സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. എത്ര പേർക്ക് പറയാൻ നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. ശൂന്യമേ യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാകണേ. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്ക് ജീവിപ്പാൻ കഴിയത്തില്ല? എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, അങ്ങയുടെ കരവില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല? എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്ക് ഒരു അടി പോലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല? എത്ര പേർ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഇന്ന് പകലിൽ അവനോട് പറയാനുള്ളത് ഈ നിമിഷങ്ങളിൽ ഒന്ന് പറഞ്ഞു. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവ് അവന്റെ വിലയേറിയ ശബ്ദം നമ്മെ കേൾപ്പിക്കും. എന്നാൽ അതിന് മുന്നായി അല്പനിമിഷം നമ്മുടെ ഹൃദയമാകുന്ന വയലിനെ ഒന്ന് ഒരുക്കിയാണ്. എന്തു ഭാരമാണ് നമ്മളെ പിടികൂടുന്നത്? ഏത് മേഖലയാണ് നമ്മെ ബാധിച്ചിരിക്കുന്നത്? ദുഃഖമാണോ? എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോടു ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, എന്നെ മുറ്റുന്നേ കഴുകണമേ യേശുവേ. അവനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, എന്നെ നീ ഒന്ന് കഴുകണം, എന്നെ മുഴുവനായി നീ ഒന്ന് കഴുകണേ കർത്താവേ. എന്റെ വേദനകളെ ഉരുക്കിക്കളയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ എന്നെ ഒന്ന് പൊതിയണേ കർത്താവേ. അല്പനിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ പകരാം. നമ്മുടെ ചിന്തകളെ ഒന്ന് വിട്ടുകൊടുക്കാം. നമ്മുടെ മനോവികാരങ്ങളെ, വിചാരങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. ഏത് മേഖലയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ തകർന്നു നിൽക്കുന്നത്? ഏത് മേഖലയിലാണ് പിശാച് നമ്മെ ബാധിച്ചത്? ഏത് മേഖലയിലാണ് നമുക്ക് തോൽവി വന്നത്? ആ മേഖലകളെയൊക്കെ ഇന്ന് പകലിൽ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് കൊടുത്തേ. എന്നോട് യേശു പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ എടുത്തു കളയുന്ന ഒരു ദൈവപ്രവൃത്തി, നിന്റെ ബലഹീനതകളെ എടുത്തു കളയുന്ന ഒരു ദൈവപ്രവൃത്തി, നിന്റെ ക്ഷീണങ്ങളെ ബലമുള്ളതാക്കി മാറ്റാൻ കരുത്തുള്ളവന്റെ കരം. എൻ മനോഭാരങ്ങൾ
വ്യാകുല ചിന്തകൾ നിൻ ത്യാഗമോർക്കുമ്പോൾ മറന്നുപോകും. നിൻ കൃപയോർക്കുമ്പോൾ നിന്നെ ധ്യാനിക്കുമ്പോൾ ഭാവിയാശങ്കകൾ ഒഴിഞ്ഞു മാറും. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനാ സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാകണേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വിട്ടു മാറാതിരിപ്പാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ബലത്തിന്റെ വല്ലഭത്തിന്റെ ആ കരത്തിന്റെ കീഴെ ആശ്രയിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ എനിക്ക് കൃപ തരണമേ. അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈ നിമിഷങ്ങളിൽ എന്തോ എന്നോട് കർത്താവ് പറയുന്നു. ഹൃദയത്തിനകത്ത് നീറുന്ന ചില ഓർമ്മകൾ, നീറുന്ന ചില വിഷമഘട്ടങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ വ്യക്തികളുടെ ഹൃദയത്തെ ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഭാരത്താൽ ഇതിനകത്ത് ആരോ വന്നിട്ടുണ്ട്. മനുഷ്യനാൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയവുമായി ഇന്നു പകലിൽ ഈ ആലയത്തിനകത്ത് ചിലർ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറയുകയാ, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ഇന്നു പകലിൽ നീ തകർന്നു പോകാതെ, നീ ഉടഞ്ഞു പോകാതെ, നിനക്ക് തോൽവി സംഭവിക്കാതെ, ബലഹീനതകളിലും നിന്നെ ബലപ്പെടുത്തുന്ന ഓ എന്റെ കരം ഇറങ്ങി വന്നിരിക്കുകയാണ്. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. നിന്റെ കണ്ണുനീരിനെ നൃത്തമാക്കുന്ന, നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന, ഓ നിന്റെ വിഷമത്തെ സന്തോഷമാക്കുന്ന ദൈവപ്രവൃത്തി. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. എത്രയും ഉയർത്താമോ അത്രയും ഒന്ന് ഉയർത്തുക. എല്ലാ തരങ്ങളും ചലിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് സമയങ്ങളിൽ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെയോ വ്യക്തികളെ ദൈവം സ്പർശിക്കുന്നു. ഏതൊക്കെയോ തലമുറകളെ ദൈവാത്മാവ് സന്ദർശിക്കുന്നു. ഇന്ന് പകലിൽ നീ വന്നത് ഒറ്റയ്ക്കല്ല, നീ കടന്നു പോകുന്നത് ഒറ്റയ്ക്കല്ല. ഒരു കുട്ട നിറയെ ഭാരവുമായി കടന്നു വന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഭാരത്തെ എടുത്തു കളഞ്ഞ് അനുഗ്രഹത്തിന്റെ, നന്മയുടെ, ആത്മീക അനുഗ്രഹങ്ങളുടെ പകർച്ച നൽകി നിന്നെ അയക്കാൻ ഈ ദൈവം ശക്തനാണ്. നാവുകൾ ചലിച്ചു